എത്രയോ ഭർത്താക്കന്മാർക്ക് ആഗ്രഹമുണ്ട് പ്രവാസം നിർത്താൻ. കുടുംബത്തിന്റെ കൂടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. മക്കളുടെ കൂടെ കഴിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. 60ഉം 70ഉം വയസ്സായി പേരക്കുട്ടികളുടെ കൂടെ തന്റെ അവസാന കാലമെങ്കിലും ഒന്ന് കഴിച്ചുകൂട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ബാധ്യതകൾ പറഞ്ഞ് വീണ്ടും കയറ്റിയേക്കാൻ കുടുംബത്തിനു വേണ്ടി ഉരുകിത്തീരുന്ന എത്രയോ മനുഷ്യന്മാർ. അവർക്കൊരു ജീവിതമുണ്ടോ? അവർക്കൊരു സന്തോഷമുണ്ടോ? ഇവിടെ വന്നാൽ പിന്നെ ഇതിപ്പോഴുള്ള ആ പളപളപ്പുണ്ടാകില്ല. ഇപ്പോഴുള്ള രൂപത്തിൽ ബാങ്കിലേക്ക് പൈസ എത്തൂല. ഇപ്പോഴുള്ള രൂപത്തിൽ തന്റെ ഇഷ്ടത്തിന് പണം ചെലവഴിക്കാൻ കഴിയില്ല. അങ്ങനെ അവരെ പ്രവാസികളായി മരണം വരെ അവിടെ തന്നെ നിൽക്കാൻ ചില ആളുകൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഉള്ളതുകൊണ്ട് സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ പറയണം. 3 റൂമാണോ ഉള്ളത്? അത് മതി. താഴെയുള്ളവരിലേക്ക് നോക്കാൻ പറയണം. ഭർത്താവിനോട് പറയണം, എത്ര കാലമായി നിങ്ങൾ പ്രവാസിയായി കഴിയുന്നു, മതി നമുക്കൊരു ചെറിയ വീടുണ്ടല്ലോ, ഇവിടെ ഒരു ചെറിയ ജോലി ചെയ്താലും നമുക്ക് ജീവിക്കാനുള്ളത് കിട്ടൂലേ, ഇവിടെ നിൽക്കൂ എന്ന് പറയണം. കുടുംബത്തിലേക്ക് അവരെ ചേർത്ത് നിർത്തണം. നേരെ മറിച്ച് ഇപ്പോഴും നമ്മളെ വീട് ഇത്രയേ ഉള്ളൂ, മോളെ കല്യാണമാകുമ്പോ 3 പെൺകുട്ടികളല്ലേ, 4 റൂം വേണ്ടേ എന്ന് പറഞ്ഞ് ഭാരങ്ങൾ ഇങ്ങനെ കയറ്റി വെച്ചോണ്ടേയിരിക്കാൻ താഴെയുള്ളവരിലേക്ക് നോക്കാൻ പറയണം. വീടില്ലാത്തവരില്ലേ, വാടക കെട്ടിടങ്ങളിൽ കഴിയുന്നവരില്ലേ, അതിനും അപ്പുറത്ത് മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായി വഴിയോരങ്ങളിൽ കിടന്നുറങ്ങുന്നവരില്ലേ, അതിനും അപ്പുറത്ത് ആശുപത്രി കിടക്കയിൽ വേദന കടിച്ചമർത്തി മരുന്നു മണക്കുന്ന റൂമിൽ കഴിയുന്ന മനുഷ്യരില്ലേ. പടച്ചോൻ അതൊന്നും തന്നിട്ടില്ലല്ലോ നമുക്ക്. പടച്ചോൻ ആ പ്രയാസം നമുക്ക് നൽകിയിട്ടില്ലല്ലോ. നമുക്കൊരു ചെറിയ വീടുണ്ട്, സൗകര്യമുണ്ട്, നിങ്ങൾ കഴിയുന്നത് നിങ്ങൾ ചെയ്യിൻ, എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനും നോക്കാം, നമുക്കങ്ങനെ നമ്മുടെ കുടുംബം കൊണ്ടുപോകാം എന്ന് പറയുന്ന രൂപത്തിലേക്ക് അവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ആ രൂപത്തിലേക്ക് കുടുംബത്തെ ചേർത്തു പിടിക്കണം. ഭർത്താക്കന്മാരെ അറിയണം. മരിക്കാൻ നേരത്ത് ഇന്നിങ് കൊണ്ടേക്കോളി എന്ന് പറഞ്ഞ് കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആ കരച്ചിലല്ല വേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹം കൊടുക്കാൻ, ജീവിച്ചിരിക്കുമ്പോൾ ഒന്നിച്ചു നിൽക്കാൻ, ജീവിച്ചു നിൽക്കുമ്പോൾ കൈപിടിച്ചു കൂടെ നിൽക്കാൻ, പ്രയാസങ്ങളിൽ പരീക്ഷണങ്ങളിൽ താങ്ങാകാൻ ആ ഒരു സപ്പോർട്ട് മാത്രം മതിയാകും ഏതു പ്രയാസങ്ങളിലും ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഉറച്ചു നിൽക്കാൻ.